നമസ്കാരം. ബി.ജെ.പിയും ഇന്ത്യ മുന്നണിയുമെല്ലാം പ്രാധാന്യം നൽകുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും ബീഹാറും. ഇവിടെ 120 സീറ്റുകളിലെ നേട്ടം അഖിലേന്ത്യാ തലത്തിൽ അധികാരത്തെ നിശ്ചയിക്കും. എന്താണ് ഈ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവസ്ഥകളെന്നറിയേണ്ടതുണ്ട്. ഉത്തർപ്രദേശും ബീഹാറും ചേർന്നാൽ ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ 5-1 തീർന്നു എന്നർത്ഥം. ഈ രണ്ട് സംസ്ഥാനങ്ങളും തൂത്തുവാരിയാണ് 2019 മോദി അനായാസം രണ്ടാം ഊഴത്തിനെത്തിയത് എന്നുള്ളത് പ്രത്യേകതയാണ്. ഇത്തവണയും ഹിന്ദി ബെൽറ്റിലെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ 120 സീറ്റുകളിൽ പരമാവധി പിടിച്ച് ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ പാർട്ടിക്കുള്ള തിരിച്ചടികളെ മറികടക്കാമെന്ന കണക്കുകൂട്ടലിലുമാണ് ബി.ജെ.പി. രണ്ടിടങ്ങളിലും 2019 നേടിയതിലും വലിയ വിജയം തങ്ങൾ നേടുമെന്ന ബി.ജെ.പിയുടെയും മോദിയുടെയും അവകാശവാദം അത് പുലരണമെങ്കിൽ ബീഹാറിൽ പ്രതിപക്ഷം സംപൂജ്യരാകുകയും യു.പിയിൽ ബി.ജെ.പി 64-നപ്പുറം കടക്കുകയും വേണം. ഇത്തരമൊരു ഫലമാണ് ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളും അവരുടേതായി ആദ്യം വന്ന ചില സർവേകളും പ്രവചിക്കുന്നത് പോലും. 80 എം.പിമാരെ ലോക്സഭയിൽ എത്തിച്ച് യു.പി ജയിച്ചാൽ കേന്ദ്രം പിടിച്ചു എന്ന തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന സംസ്ഥാനമാണ് യു.പി. ആ അർത്ഥത്തിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്കുള്ള പ്രവേശന കവാടമാണ് യു.പി തലസ്ഥാനമായ ലക്നൗ. അത്ര കണ്ട് ശക്തരല്ലാത്ത ചില മേഖലകളിൽ മാത്രം സ്വാധീനമുള്ള ഏതാനും പ്രാദേശിക കക്ഷികൾ ചേർത്ത് പിടിച്ചുണ്ടാക്കിയ എൻ.ഡി.എയുടെ സീറ്റ് വിഭജനത്തിൻ്റെ സിംഹഭാഗവും കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിക്ക് തന്നെയാണ്. മറുഭാഗത്ത് കേന്ദ്രത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അവശേഷിക്കുന്ന 63 സീറ്റുകളിൽ ഏറിയ പങ്കും യു.പിയിലെ മുഖ്യ ഇന്ത്യ ഘടകകക്ഷിയായിട്ടുള്ള സമാജ്വാദി പാർട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. 400 കടക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും കേവല ഭൂരിപക്ഷം പോലും നേടാൻ അത്യധ്വാനം ചെയ്യുന്ന ബി.ജെ.പി യു.പിയിൽ കഴിഞ്ഞ തവണ നേടിയെടുത്തത് അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാതെ പോയ 16 സീറ്റുകളിൽ നിന്ന് എത്രയെണ്ണം കൂടി കൈക്കലാക്കാമെന്നുള്ള ചിന്തയിലാണിപ്പോൾ. മാത്രമല്ല ബി.ജെ.പിയും മോദിയും നേരത്തെ കരുതിയ പോലെ രാമക്ഷേത്രമോ ഹിന്ദു മുസ്ലിം ധ്രുവീകരണ വിഷയങ്ങളോ കാര്യമായ തരംഗമുണ്ടാക്കാത്ത യു.പിയിൽ പാർട്ടിക്ക് മറുവഴികൾ കണ്ടെത്തേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. ജാട്ട് നേതാവ് മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന് ഭാരതരത്നം നൽകി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ജയന്ത് ചൗധരി നയിക്കുന്ന രാഷ്ട്രീയ ലോക്ദളിൽ നിന്ന് അടർത്തിയെടുത്ത് യു.പിയിൽ ബി.ജെ.പിക്ക് പരമാവധി പരിക്കേൽപ്പിക്കണമെന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെ ഇളക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തൊട്ടു മുൻപ് RLDയുടെ കൊഴിഞ്ഞുപോക്ക് സൃഷ്ടിച്ച ശൂന്യത നികത്താൻ വേണ്ടി ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ജയന്ത് ചൗധരി പോയതുകൊണ്ട് മോദി വിരുദ്ധരായ കർഷകരുടെ വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെടില്ലെന്ന ആശ്വാസം കൊള്ളുകയാണിപ്പോൾ ഇന്ത്യ സഖ്യം. പക്ഷേ അതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ബാക്കിയാകുന്നുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പിലേക്ക് ഉത്തർപ്രദേശ് നീങ്ങുമ്പോഴും അമേഠിയിലും റായ്ബറേലിയിലും ആരെ നിർത്തണമെന്ന് കോൺഗ്രസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. വയനാടിന് പുറമെ രാഹുൽ ഗാന്ധി അമേഠിയിൽ കൂടി മത്സരിക്കണമെന്ന് യു.പി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിനിടയിൽ തനിക്കൊന്ന് മത്സരിച്ചാൽ കൊള്ളാമെന്ന മോഹവുമായി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര രംഗത്തെത്തി. സോണിയ രാജ്യസഭയിലേക്ക് പോയതോടെ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി വരണമെന്ന് കോൺഗ്രസിലെ പല നേതാക്കളും പ്രവർത്തകരുമടക്കം ഒരുപോലെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ബി.ജെ.പി 62 സഖ്യകക്ഷിയായിട്ടുള്ള അപ്നാദൾ 2 എം.പിമാരെ ലോക്സഭയിലെത്തിച്ച 2019 തിരഞ്ഞെടുപ്പിൽ മായാവതിയുടെ ബി.എസ്.പിക്ക് 10 സീറ്റുകൾ നേടാൻ കഴിഞ്ഞെങ്കിലും അഖിലേഷ് യാദവിൻ്റെ എസ്.പി 5-ൽ ഒതുങ്ങിപ്പോയി. അമേഠിയിൽ രാഹുൽ ഗാന്ധി പോലും തോറ്റ തിരഞ്ഞെടുപ്പിൽ യു.പി അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധി റായ്ബറേലി നേടിയത് മാത്രമായിരുന്നു കോൺഗ്രസിൻ്റെ ആകെയുള്ള ആശ്വാസമെന്ന് പറയപ്പെടുന്നത്. ഫലത്തിൽ ഓരോ എം.പിയുമായി യു.പിയും ബീഹാറും ഒരുപോലെ കോൺഗ്രസിനെ ഒരു സീറ്റിൽ ഒതുക്കി എന്നുള്ളതാണ്. 2019 പ്രതിപക്ഷത്ത് ബി.എസ്.പി ഉണ്ടാക്കിയ ഈ നേട്ടം എസ്.പിയുടെയും RLDയുടെയും അവരുടെ കൂടി ആൾബലത്തിലായിരുന്നുവെങ്കിൽ 2024 ഈ 3 പാർട്ടികളും 3 ചേരികളായി തിരിഞ്ഞ് പരസ്പരം ത്രികോണ മത്സരത്തിലാകുന്നു. കഴിഞ്ഞ തവണ എസ്.പിക്കൊപ്പം ഉണ്ടായിരുന്ന ബി.എസ്.പി ഇക്കുറിയും എസ്.പിയും കോൺഗ്രസും പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ മുസ്ലിം ബ്രാഹ്മണ സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് പുലർത്തുവാനുള്ള വലിയ കളിയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. 4 വട്ടമായി 46 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ബി.എസ്.പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ ശരിക്കും ബി.ജെ.പിയുടെ ബി ടീമാണ് എന്ന് തോന്നിപ്പോകും. മുസ്ലിം വോട്ടുകൾ ഏറെ നിർണായകമായിട്ടുള്ള 11 മണ്ഡലങ്ങളിലാണ് മായാവതി മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. സഹാറൻപൂർ, മുറാദാബാദ്, റാംപൂർ, സംഭാൽ, അംറോഹ, കനൂജ്, ലക്നൗ ഇവയൊക്കെ അതിലുൾപ്പെടുന്നതാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സഹാറൻപൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള ഇമ്രാൻ മസൂദിന് കൽപ്പിച്ചിരുന്ന ജയസാധ്യത മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബി.എസ്.പിയുടെ ജാവേദ് അലിയുടെ വരവോടുകൂടി മങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എസ്.പിയുടെ കൂടി വോട്ട് വാങ്ങി ജയിച്ച സിറ്റിംഗ് എം.പി ആയിട്ടുള്ള ഹാജി ഹസ്രുൽ റഹ്മാനെ അദ്ദേഹത്തിനെ മാറ്റിയാണ് ജാവേദ് അലിയെ ബി.എസ്.പി ഇറക്കിയത്. അതേ ബി.എസ്.പി കഴിഞ്ഞ തവണയും തോറ്റ ഇമ്രാൻ മസൂദിനെ കോൺഗ്രസ് ഇറക്കിയത് ബി.ജെ.പിയെ ജയിപ്പിക്കാനാണ് എന്നുള്ള തിരിച്ചാരോപണം കൂടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ. ഇനി
നിതീഷ് കുമാറിലേക്ക് പോയാൽ BSP പതിവായിട്ട് നിഷാദ് ബ്രാഹ്മണ സ്ഥാനാർത്ഥികളെ നിർത്താറുള്ള യോഗി ആദിത്യനാഥിൻ്റെ തട്ടകമായിട്ടുള്ള ഗോരഖ്പൂരിലും BSP ഇക്കുറി മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇറക്കുകയാണ്. ഗണ്യമായിട്ടുള്ള മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ SPക്ക് വീഴുന്ന മുസ്ലിം വോട്ടുകൾ എന്ന് പറയപ്പെടുന്ന അതിനെ പുലർത്താൻ BSP സ്ഥാനാർത്ഥി ഗോരഖ്പൂരിലെ പുകൾപെറ്റ മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള ജാവേദ് സിംനാനിക്കാകും സീറ്റ് നൽകുക. BJPയുടെ മറ്റൊരു പ്രസ്റ്റീജ് മണ്ഡലമായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗും മകൻ രാജ്വീർ സിംഗും പ്രതിനിധാനം ചെയ്ത ഇറ്റായിൽ മുൻ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഇർഫാനെയാണ് BSP ഇറക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അജയ് റായ് മത്സരിക്കുന്ന വാരണാസിയിൽ അത്തർ ജമാൽ ലാരി എന്ന മുസ്ലിം സ്ഥാനാർത്ഥിയെ മായാവതി ഇറക്കിയിരിക്കുകയും ചെയ്യുന്നു. പഴയതുപോലെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണ ശ്രമങ്ങൾ ഏശാത്ത പടിഞ്ഞാറൻ UPയിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലൊക്കെ നിരവധി റാലികളാണ് മായാവതി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുക്കിയിട്ടുള്ളത്. മുറാദാബാദിലും പിലിഭിത്തിലും നഗീനയിലും ബിജ്നോറിലും നേരിട്ട് ചെന്നാണ് മായാവതിയുടെ പ്രചാരണ പരിപാടികൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുസാഫർ നഗറിൽ വന്ന് മായാവതി 2013 കലാപത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച് SPയുടെ ഭരണകാലത്താണ് നടന്നത് എന്ന് മുസ്ലിങ്ങളെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ് അതിലൂടെ. ഇനി മായാവതിയുടെ അനന്തരാവകാശി ആകാശാനന്ദ് രാമക്ഷേത്രത്തിന് പകരം പുതുതായി പണിവാനുള്ള ബാബരി മസ്ജിദ് എടുത്തിട്ടാണ് മുസ്ലിം വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രത്തിനൊപ്പം കോടതി വിധിച്ച ബാബരി മസ്ജിദ് കൂടി പണിതിരുന്നുവെങ്കിൽ BSP BJPയെ പിന്തുണയ്ക്കുമായിരുന്നുവെന്നാണ് ആകാശിൻ്റെ അവകാശവാദം. അക്ബർപൂർ, മിർസാപൂർ, ഉന്നാവ്, ഫൈസാബാദ്, ബസ്തി എന്നിവിടങ്ങളിൽ BSP നിർത്തിയ ബ്രാഹ്മണ സ്ഥാനാർത്ഥികൾ പുലർത്തുന്ന വോട്ടുകളും ക്ഷീണമേൽപ്പിക്കുക ഇന്ത്യൻ സഖ്യത്തിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. UPയുടെ നേതൃത്വ പേറ്റേ ബീഹാറിലുള്ളൂവെങ്കിലും UPയെ പോലെ 7 ഘട്ടമാക്കി കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊടുക്കുന്നതും BJPക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷം പറയുന്നതിൽ കഴമ്പില്ലാതില്ല. ഓരോ മണ്ഡലത്തിലും BJP നിർത്തിയ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരാത്ത തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാത്രം മുന്നിൽ നിർത്തിയുള്ള വൺമാൻ ഷോ നടത്തുവാനുള്ള സാവകാശമാണ് ബീഹാറിലെ 40 മണ്ഡലങ്ങളെ 7ആക്കി മുറിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധ്യമാക്കി കൊടുത്തത് എന്നുള്ളതാണ്. കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കൊണ്ടുപിടിച്ച പ്രചരണത്തിലുള്ള ഏകപക്ഷീയമായി പ്രസിഡൻഷ്യൽ രീതിയിലാക്കിയ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ബീഹാറിലെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാവുന്ന തരത്തിൽ മോദിക്ക് പര്യടനം നടത്താവുന്ന തരത്തിലുമാണ് തെരഞ്ഞെടുപ്പ് സമയക്രമങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേവലം 4 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ബീഹാറിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന് ഓർക്കണം. ഔറംഗാബാദ്, ഗയ, നവാഡ, ജാമുയി എന്നിവയാണവ. പിന്നീട് 2ഉം 3ഉം 4ഉം ഘട്ടങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ മാത്രമാണ് പിന്നെ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നാണ്. കിഷൻഗഞ്ചും കട്ടിഗറും പുരുണിയയും ഭഗൽപൂറും ബാങ്ക എന്നിവിടങ്ങളിൽ 2ാം ഘട്ടത്തിലും ഝാഞ്ചർപൂറും സുപോളും അറേറിയയും മധേപുരയും ഖഗരിയ അടക്കമുള്ള ഘട്ടങ്ങളിൽ 3ാം ഘട്ടത്തിലും ദർഭംഗയിലും ഉജിയാർപൂരിലും സമസ്തിപൂരിലും ബേസുഗസാരയിലും മുംഗോറിലും 4ാം ഘട്ടത്തിലുമാണ് പോളിംഗ് നടക്കുന്നത്. ബീഹാറിന് പുറമെ ബംഗാളിൽ മാത്രമാണ് ഇങ്ങനെ BJPക്ക് അനുഗുണമായ തരത്തിലുള്ള പരമാവധി ഘട്ടങ്ങളാക്കിയിട്ടുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏപ്രിൽ 19 1ാം ഘട്ട വോട്ടെടുപ്പിന് മുൻപേ നടന്ന അഭിപ്രായ സർവേകളിൽ ഉന്നയിച്ച ചോദ്യങ്ങളും 1000-ഓ 2000-ഓ പേരുടെ അഭിപ്രായങ്ങളും വ്യക്തമാക്കുന്നതും മോദിയെ മുൻനിർത്തിയിട്ടുള്ള BJPയുടെ വൺമാൻ ഷോ മാത്രമായിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ സഖ്യത്തിന് ഏറെ സാധ്യത കൽപ്പിച്ചിരുന്ന ബീഹാറിൽ ABP-C വോട്ടർ പുറത്തുവിട്ട ആദ്യ അഭിപ്രായ സർവേയിൽ 50% വോട്ടും NDAക്ക് ആയിരിക്കുമെന്നും അതിന് കാരണം നരേന്ദ്രമോദി ആയിരിക്കുമെന്നും പ്രവചിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ബീഹാറിലെ ചിത്രം മറ്റൊരു തരത്തിൽ മാറ്റി എഴുതേണ്ടി വരും. എന്നാൽ തങ്ങളുടെ സർവേയിൽ പങ്കെടുത്ത 69% പേരും പ്രധാനമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന മോദിയാണ് എന്നും ABP-C വോട്ടർമാർ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് മറുത്ത അഭിപ്രായം പറഞ്ഞത് കേവലം 23% പേർ മാത്രമാണ്. ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ ആകെ കിട്ടുക 36% വോട്ട് മാത്രമാണ് എന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. 2019-ൽ 40-ൽ 39 നേടിയ NDA ഇക്കുറി 40 സീറ്റും തൂത്തുവാരി 1 സീറ്റ് പോലും ഇന്ത്യക്ക് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ള സാഹചര്യം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ അവസാന മണിക്കൂറിൽ ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ ചുവടുമാറ്റം അത് തീർത്ത ആഘാതത്തിൽ നിന്ന് മോചനം നേടാൻ ഇന്ത്യ സഖ്യം അല്പം സമയമെടുത്തു എന്നുള്ളതാണ്. നിതീഷിൻ്റെ ചാട്ടത്തിന് ശേഷം സീറ്റുധാരണയിൽ തങ്ങൾക്ക് നേരത്തെ കിട്ടിയ 26 സീറ്റുകളിൽ 3 നൽകി മുൻ ബീഹാർ മന്ത്രി മുകേഷ് സാഹ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയെ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ തേജസ്വിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നിതീഷിനെതിരായ വികാരം പരമാവധി വോട്ടാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് തേജസ്വി യാദവ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റ് മുഖങ്ങൾ എന്ന് പറയപ്പെടുന്നത് രാജ്യത്തെ രക്ഷിക്കാൻ, അതേസമയം രാജ്യത്തെ രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട നിർണായക ഘട്ടത്തിലും സ്വന്തം സ്വാർത്ഥമോഹങ്ങൾ കൈവടിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഇന്ത്യ സഖ്യത്തിലെ വിവിധ കക്ഷികൾ ബീഹാറിലും തെളിയിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ യുവനേതാവ് കനയ്യകുമാറും RJD വിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ ഒടുവിൽ
കോൺഗ്രസിൽ തന്നെ അഭയം പ്രാപിച്ചിട്ടുള്ള പപ്പു യാദവും കണ്ടുവച്ച സീറ്റുകൾ വിട്ടുനൽകില്ലെന്ന് തേജസ്വിയും ഒപ്പം തന്നെ ലാലുവുമൊക്കെ ഒരുപോലെ ശഠിക്കുകയാണ്. കനയ്യകുമാറിലൂടെയും പപ്പു യാദവിലൂടെയും ബീഹാറിൽ പാർട്ടിയുടെ ഉണർവ് കോൺഗ്രസ് സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ തേജസ്വിയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാകുന്ന ഒരു നീക്കുപോക്കിനും സാധ്യമല്ല എന്നാണ് ലാലുവും RJDയും ഈ നടപടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ വീതം വെപ്പിൽ RJDക്ക് ലഭിച്ച 23 സീറ്റുകളിൽ 2 ലാലുവിൻ്റെ പെൺമക്കളായിട്ടുള്ള മിസ ഭാരതിക്കും രോഹിണി ആചാര്യയ്ക്കും നൽകുകയും ചെയ്തു. രാജ്യസഭാംഗമായിട്ടുള്ള മിസ പാടലിപുത്രയിലും ലാലുവിന് വൃക്കദാനം നൽകിയ മകൾ രോഹിണി സരണിയിലുമാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് കമ്മ്യൂണിസ്റ്റുകളോട് മത്സരിച്ച് ഇടതുപക്ഷം ശക്തമായിട്ടുള്ള കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടുവാൻ നോക്കുന്നതിലെ സ്വാർത്ഥത ചോദ്യം ചെയ്ത CPI തങ്ങളെ വിട്ട് കോൺഗ്രസിലേക്ക് കൂടുമാറിയ കനയ്യകുമാർ ബീഹാറിൽ സ്വന്തം തട്ടകമായിട്ടുള്ള ബേഗുസരായി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പോലും തടഞ്ഞുവെക്കപ്പെട്ടു എന്നതാണ്. CPIക്ക് അവകാശപ്പെട്ട മണ്ഡലം, ആ മണ്ഡലം കോൺഗ്രസിന് നൽകില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി CPI ജനറൽ സെക്രട്ടറിയായിട്ടുള്ള D രാജ പട്നയിലെത്തി ലാലുവിനെയും ഒപ്പം തന്നെ തേജസ്വി യാദവിനെയും കാണുകയും ചെയ്തു, ചർച്ച നടത്തുകയും ചെയ്തു. മുസ്ലിം യാദവ സഖ്യത്തിൻ്റെ ബലത്തിൽ ലാലു പ്രസാദ് യാദവ് വളർത്തിയെടുത്ത രാഷ്ട്രീയ ജനതാദളാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ബീഹാറിലെ നട്ടെല്ല് എന്ന് പറയപ്പെടുന്നത്. ബീഹാറിലെ രാജ്യ സർവേ പ്രകാരം 14.26% യാദവരെങ്കിൽ 17.7% മുസ്ലിങ്ങൾ. ബീഹാറിൻ്റെ ഭാവി ഭാഗതയെ 31% വരുന്ന മുസ്ലിം യാദവ വോട്ടുകൾ നിർണ്ണയിക്കുമെന്ന് മുമ്പ് പറഞ്ഞിരുന്ന ലാലുവിൻ്റെ പാർട്ടി തങ്ങൾക്ക് ലഭിച്ച 23 സീറ്റുകൾ 2 മാത്രമാണ് ഇക്കുറി മുസ്ലിങ്ങൾക്ക് നൽകിയത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മുൻ കേന്ദ്രമന്ത്രി മുഹമ്മദ് തസ്ലീമിൻ്റെ മകൻ ഷാനവാസ് ആലം മത്സരിക്കുന്ന മുസ്ലിം വോട്ടർമാർക്ക് ആധിപത്യമുള്ള ആറ്റിയും MMA ഫാത്മിയും മത്സരിക്കുന്ന മധുബനിയുമാണവ. ജോക്കിഘട്ട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അസുദ്ദീൻ ഉവൈസിയുടെയും അഖിലേന്ത്യാ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ബീഹാർ നിയമസഭയിലെത്തിയ ഷാനവാസ് ആലം തന്നെപ്പോലെ AIMIM ടിക്കറ്റിൽ ജയിച്ച് നിയമസഭയിലെത്തിയ മറ്റ് 3 MLA-മാരെയും കൂട്ടി RJDയിൽ ചേരുകയായിരുന്നു ചെയ്തത്. മറുഭാഗത്ത് NDA സഖ്യത്തിലുള്ള നിതീഷ് കുമാറിൻ്റെ ജനതാദൾ U തങ്ങൾക്ക് കിട്ടിയ 16 സീറ്റുകൾ ഏക സീറ്റാണ് മുസ്ലിം സ്ഥാനാർത്ഥിക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചാധാമൻ MLA മുജാഹിദ് ആലം കിഷൻഗഞ്ച് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് JDU ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത്. തങ്ങൾക്കുള്ള 9 സീറ്റുകളിൽ കോൺഗ്രസ് നിർത്തിയ 2 മുസ്ലിം സ്ഥാനാർത്ഥികളിൽ ഒരാൾ മത്സരിക്കുന്നതും കിഷൻഗഞ്ചിലാണ്. 40-ൽ 39 NDA തൂത്തുവാരിയ 2019 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ജയിച്ച ഏക സീറ്റായിട്ടുള്ള കിഷൻഗഞ്ചിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP ആയിട്ടുള്ള മുഹമ്മദ് ജാവേദാണ് ഇക്കുറിയും മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ യോഗി ആദിത്യനാഥും BJP നേതാക്കളുമൊക്കെ വന്നുകൊണ്ടേയിരിക്കും. AIMIM സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ ബീഹാർ പ്രസിഡന്റ് മുഹമ്മദ് അക്തറുൽ ഈമാൻ കൂടി വന്നതോടുകൂടി കിഷൻഗഞ്ച് ബീഹാറിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ ത്രികോണ മത്സരത്തിന് ഒരുക്കം കൂട്ടി എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന AICC സെക്രട്ടറി മുൻ MPയുമായിരുന്ന താരിഖ് അൻവർ അദ്ദേഹം കട്ടിഹാറിൽ മത്സരിക്കുകയാണ്. ബീഹാറിലെ കട്ടിഹാറിൽ മത്സരിക്കുന്നു. ഇങ്ങനെ വലിയ യുദ്ധം നടക്കുന്ന ഭൂമിയാണ് UPയും ബീഹാറും എന്ന് പറയപ്പെടുന്നത്. BJPയും ഇന്ത്യ മുന്നണിയുമെല്ലാം ഒരേ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്ന മണ്ഡലം. ഈ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സീറ്റുകൾ അപ്പാടെ നേടിയെടുക്കുവാൻ കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിന്ന് ലഭിക്കുന്ന 120 സീറ്റുകളിൽ കണ്ണു നട്ടാണ് ഈ 2 മുന്നണികളും ഓടുന്നത് എന്നുള്ളതാണ്. NDA ആണെങ്കിലും ഇന്ത്യ മുന്നണിയാണെങ്കിലും. NDAക്ക് ഭൂരിപക്ഷ മേഖലകളിലും സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഉത്തർപ്രദേശിലും ബീഹാറിലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നൊരു സ്ഥിതിവിശേഷമാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഗതികേട് ഇതൊന്നുമല്ല. ഇവർക്ക് ഒരു സീറ്റെങ്കിലും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ സംശയമുണ്ട്. CPIയും CPMും കോൺഗ്രസും അടക്കമുള്ള മറ്റു പാർട്ടികൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാൻ ശ്രമിക്കുമ്പോഴും ആ പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ ആ മുന്നണിക്കുള്ളിലെ പടലപ്പിണക്കം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ വിജയിച്ചു കയറാൻ സാധ്യതയുള്ള ഒരു നേതാവുമില്ല എന്നുള്ളതാണ് സത്യം. BJP ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും, ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ, ആരോപണങ്ങൾ പ്രതിപക്ഷത്തു നിന്നുണ്ടായാൽ പോലും, പക്ഷേ UPയിലും ബീഹാറിലും അവർക്ക് തേരോട്ടം നടത്താൻ തന്നെ കഴിയും. 120 സീറ്റുകളിൽ വേണമെങ്കിൽ ഒരു 110 സീറ്റോളം നേടിയെടുക്കുവാനുള്ള കരുത്തുനിന്ന് ഈ മുന്നണിക്കുണ്ട് താൻ. അതുകൊണ്ട് പ്രവചനാതീതമല്ല ബീഹാറും UPയും. UPയിലും ബീഹാറിലും BJP വെന്നിക്കൊടി പാറിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.